ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോട്ടലുകളൊക്കെ കിട്ടുന്ന അതേപോലെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാന്ന് നമ്മൾ നോക്കുന്നത്. ഞാൻ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിന്റെ മാവ് കൂട്ടുന്നിടത്താണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ഇത് മാവ് കൂട്ടുന്നത് നമുക്ക് നോക്കാം. മാവ് രാവിലെ ദോശന്റെ മാവിൽ ലേശം ബാക്കിയുള്ള മാവാണ്. ആ മാവിലാണ് നമ്മൾ പഴംപൊരിന്റെ മാവ് കൂട്ടാൻ പോകുന്നത്. അത് ലേശം പുളിമാവ് ചേർത്ത് കൊടുത്താലാണ് പഴംപൊരി നന്നായിട്ട് പൊന്തി കിട്ടുന്നത്. നല്ല വണ്ണത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിമാവ് ചേർത്ത് കൊടുക്കണം. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ സൂത്രം. അപ്പൊ നമുക്ക് മാവ് ശരിക്കും കൂട്ടി വെക്കാം. അങ്ങനെ നമ്മൾ ഈ പുളിമാവക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച്, അതായത് ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കൂടിയാൽ എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പൊ പഞ്ചസാര അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല, പാകത്തിന് കുറച്ചിടാൻ പാടുള്ളൂ. പിന്നെ മധുരം പാകമായി കിട്ടാൻ വേണ്ടിട്ട് ഒരു ലേശം ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതിൽ മഞ്ഞ കളർ ചേർക്കണില്ല. മഞ്ഞ കളർ ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മഞ്ഞ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഹോട്ടലിലൊക്കെ കിട്ടുന്നത് മഞ്ഞ കളർ ലേശം ചേർക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ മഞ്ഞ കളർ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് അധികം ടൈറ്റ് ഇല്ലാതെ അധികം ലൂസ് ഇല്ലാതെ ഇത് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മാവ് നമ്മൾ കുഴച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൽ സാധനം ഇട്ടിട്ടില്ല, അപ്പസോഡ നമ്മളിതിൽ ഇട്ടിട്ടില്ല. അപ്പസോഡ എന്ത് വേണം, നമ്മൾ മാവ് കുഴച്ചതിന്റെ ശേഷം വേണം അപ്പസോഡ ഇടാൻ. ആദ്യമേ അപ്പസോഡ ഇട്ട് കഴിഞ്ഞാൽ ഈ മാവ് പെട്ടെന്ന് പൊന്തുക. അപ്പം എല്ലാം റെഡി ആയതിനു ശേഷം ഈ അപ്പസോഡ ഇട്ട് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് പൊന്തി കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി അപ്പസോഡ. നമ്മൾ ആ പുളിമാവ് ചേർക്കുന്നതുകൊണ്ട് അപ്പസോഡ കുറച്ചിട്ടാൽ മതി. പുളിമാവ് ഇല്ലെങ്കിൽ അപ്പസോഡ കൂടുതൽ ഇടേണ്ടി വരും. അപ്പൊ അതൊരു ചുവ വരും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കും. മാവൊക്കെ റെഡി ആയിട്ടോ. ശരിക്കും ഇത് ഇപ്പൊ തന്നെ നമുക്ക് എണ്ണച്ചട്ടിക്ക് ഇടാം. കാരണം അത് മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ അപ്പസോഡ ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊന്തും. അപ്പൊ നമുക്ക് എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ച് പഴംപൊരി ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ എണ്ണച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പഴമൊക്കെ ഒന്ന് കീറിയേക്കാം. നമ്മളെ ചട്ടി ചെറുതായതുകൊണ്ട് ചെറിയ പീസാക്കുന്നത്. പഴമൊക്കെ കീറി വെച്ചിങ്ങനെ നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ട്, എണ്ണ നന്നായി ചൂടാണം. എണ്ണ ചൂടില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പഴംപൊരി പൊന്തി കിട്ടില്ല. അപ്പൊ എണ്ണ നന്നായി ചൂടാക്കണം. അപ്പൊ നമുക്ക് മാവിൽ മുക്കിയിട്ട് പഴംപൊരി എണ്ണ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കണേ, അടിപൊളിയായിട്ട് ഇതാക്കണേ. നമ്മളെ പഴംപൊരി റെഡി ചെയ്തിട്ടോ, ഉഷാറായിട്ട്. ഇതേപോലെ മാവ് കൂട്ടി നോക്കണം നിങ്ങളും. ഞങ്ങൾ പറഞ്ഞ അതേപോലെ മാവ് കൂട്ടിയാൽ ഏത് പഴംപൊരിക്കുള്ള മാവ് പൊന്തി നല്ല സെറ്റായി കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ കളറൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, മാവ് പെട്ടെന്ന് കൂട്ടി പെട്ടെന്ന് തന്നെ ഇടാം. അപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.